ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നോക്കി നിർത്തിയ ആംഗുലാർ മൊമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന സെക്ഷനാണ്. ഓക്കെ, ആംഗുലാർ മൊമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ ആംഗുലാർ മൊമെന്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു റിജിഡ് ബോഡിയെ ഒരുപാട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്ത്, അപ്പോൾ അത് മൂവ്മെന്റ് ചെയ്യുമ്പോൾ അതൊരു ഒരു ഫ്രെയിമിൽ വെച്ച് ഒരു ആക്സിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആംഗുലാർ മൊമെന്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, അവിടെ സ്റ്റഡി ചെയ്തു. ദെൻ അവിടെ നമുക്കിപ്പോ ആംഗുലാർ മൊമെന്റം ആയിട്ടുണ്ട്. അപ്പോൾ ആംഗുലാർ മൊമെന്റം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി ലീനിയർ മൊമെന്റം പി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. ഓക്കെ, പി ഈസ് ഈക്വൽ ടു എം വി. അപ്പോൾ അത് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ഡി പി ബൈ ഡി ടി. ഓക്കെ, ഡി പി ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം നമ്മൾ എന്ത് പറയും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്, എഫ് എന്ന് പറയും. ഓക്കെ, ഫോഴ്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്, അല്ലെങ്കിൽ ദ ചേഞ്ച് ഇൻ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമിന് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഈസിക്കൽ ടു എം എന്ന ഇക്വേഷൻ കിട്ടും. എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി ആണ്. പി ഈസിക്കൽ ടു എം വി ആണ്. എം ഇൻറ്റു വി ബൈ ഡി ടി, എം ഇൻറ്റു വി ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതെന്താണ്? ആക്സിലറേഷൻ ടേം ആണ്. ഓക്കെ, നമുക്ക് എഫ് ഈസിക്കൽ ടു എം എന്ന റിലേഷൻ അങ്ങനെ എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ആംഗുലാർ മൊമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഡിറ്റർമിൻ ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ടോർക്ക് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അതായത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിലാണ് ടോർക്ക്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോർക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 12th നിങ്ങൾ കേൾക്കുന്ന ഒരു ടേം ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് നമ്മൾ എന്ത് ടോർക്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ S3 പഠിച്ചിട്ടുണ്ടായിരിക്കും, S1 പഠിച്ചിട്ടുണ്ടായിരിക്കും. പല സമയത്തായി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം ടോർക്ക് എന്നത് എന്താണ്? റൊട്ടേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡീപ്പ് ചെയ്ത് പോകുന്നില്ല ടോർക്ക് എന്താണെന്ന് കുറിച്ചിട്ട്. ഓക്കെ, അറിയാലോ റൊട്ടേറ്റിംഗ് എഫക്റ്റ്. നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ബോഡിയെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, നമ്മളൊരു എഫ് എന്ന ഫോഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന ഒരു ബോഡി എന്ത് ചെയ്യും? ആ എക്സ് ഡിസ്പ്ലേസ്മെന്റ് നടത്തും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൊടുത്തത് എന്ത് ചെയ്യും? ഒരു ആക്സിന് റെസ്പെക്റ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവും നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ടോർക്ക് എന്ന് പറയും. ഓക്കെ, അതാണ് അടുത്ത് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് ഈ ഒരു ടോർക്കിന്റെ റിലേഷൻ ആണ്. ഓക്കെ, ടോർക്കിനെ കുറിച്ചുള്ള റിലേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വേറൊരു വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ ടോർക്കിനെ ടോ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ടോ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ടോർക്ക് ഓഫ് എ സിസ്റ്റം. ഓക്കെ, ടോർക്ക് ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഒരു പാർട്ടിക്കിൾ അല്ല, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓ ശരി ശരി, ഓക്കെ. കാണാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ. സോറി, ഞാൻ ഡിസ്പ്ലേ ഓൺ ചെയ്യാൻ വിട്ടുപോയതാ. ഓക്കെ, കാണാമല്ലോ ഇപ്പോ? ക്ലിയർ ആണോ ഇപ്പോ? ഓഡിയോ ബ്രേക്ക് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, അപ്പോൾ ടോർക്ക് ഓഫ് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ടോർക്ക് ടോ എന്നാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ടോർക്ക് റെപ്രസെന്റ് ടോ ഇസിക്കൽ ടു എന്താണ്? ആർ ക്രോസ് എഫ് ആണ്. അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആർ ക്രോസ് എഫ് എന്ന് പറയാം. അപ്പോൾ ഒരു ബോഡി ഇരിപ്പുണ്ട്. ആ ഒരു ബോഡി ഒരു ആക്സിൽ വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്റെ ആക്സിസ് ആൻഡ് ഇതാണ് അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ആർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമ്മൾ എന്ത് പറയും? എഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോളൂ. കണ്ടോ, ഈ ഒരു ആക്ഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും റൊട്ടേറ്റ് എഫക്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതില് ടോർക്ക് ഈസ് ദ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് കണ്ടെയ്നിങ് ആർ ക്രോസ് എഫ്. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർ ക്രോസ് എഫ് ആയിരിക്കും. അതായത് ആറിനും എഫിനും, ആർ എന്ന് പറഞ്ഞ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ നമ്മൾ വെക്ടർ വെച്ചെല്ലാം റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വെക്ടർ ആവുന്ന സമയത്ത് ആ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ നോക്കും, മാഗ്നിറ്റ്യൂഡ് നോക്കും. അപ്പോൾ ആ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ടോർക്ക് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ടോർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ്. ആൻഡ് യൂണിറ്റ് വന്നിട്ട് ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് വരുന്നത്, എസ് ഐ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെറിവേഷൻ എഴുതുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ എന്ത് എസ് ഐ യൂണിറ്റ് ഒക്കെ എഴുതുക. എസ് ഐ യൂണിറ്റ് ഇതാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. കുറച്ചൊരു മാർക്ക് അവിടെ കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നോർമലി നമ്മുടെ നോർമൽ ഒരു പാർട്ടിക്കിൾസിന്റെ കേസിലുള്ള ടോർക്ക് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോ എന്ന് പറയാം ദ റേറ്റ് ഓഫ് നോർമലി എഫ് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റ് ആണെങ്കിൽ ടോർക്ക് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഇറ്റ് വിൽ ചേഞ്ചസ് ടു
ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം, അതായത് ഡി എൽ ബൈ ഡി ടി ആണ് എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ എഴുതിയ ഫസ്റ്റ് എഴുതി ഇതെന്താണ്, ഇത് ലീനിയർ മൊമെന്റം, ഇതെന്താണ്, ഇത് ആംഗുലാർ മൊമെന്റത്തിന്റെ കേസ് ആണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ടോർക്ക് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എല്ലിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എൽ എന്ന് പറയുന്നത് എന്താണ്, എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ഓക്കെ, ആർ ക്രോസ് പി, മനസ്സിലായല്ലോ, ആർ ക്രോസ് പി. അപ്പൊ ഇത് ഒരു പാർട്ടിക്കിൾസിന് ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി, നമുക്കിവിടെ ഐ എന്ന് കൊടുത്താൽ മതി, ആർ ഐ ടി ഐ, സിഗ്മ ഐ is equal to 1 to infinity കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1 to n എന്ന് കൊടുക്കാം. കൊടുത്താൽ ഐ എന്ന് കൊടുത്താൽ മതി സബ്മേഷൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ സിഗ്മ ആർ ഐ ടി ഐ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും, ദാറ്റ് ഈസ് വി ക്യാൻ ചേഞ്ചസ് ടു ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ ഐ ആർ ഐ ക്രോസ് പി ഐ. ഓക്കെ, ആർ ഐ ക്രോസ് പി ഐ. ഇതെന്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിൽ നമുക്ക് അവിടെ കിട്ടുന്ന ടോർക്കിന്റെ വാല്യൂ ആണ് എന്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആർ ക്രോസ് എഫ് എന്ന് കൊടുക്കും. സോറി, ആർ ക്രോസ് എഫ് എന്ന് കൊടുക്കും ടോർക്കിന്റെ ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് വരുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഐ എന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഡെറിവേറ്റീവ് ആണ്, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നിങ്ങോട്ട് മാറ്റി എഴുതരാം. നമ്മളിപ്പോൾ വേറെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ടോർക്കിന്റെ ഇക്വേഷൻ എഴുതി, ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് എഴുതി. പക്ഷെ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ് ഡെറൈവ് ചെയ്ത് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ആർ ക്രോസ് എഫ് ഡെറൈവ്, ഇത് നമ്മുടെ മെയിൻലി ഒരു ഇക്വേഷൻ ആണ്, മെയിൻ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് പക്ഷേ ഇതിന്റെ ഡെറിവേഷൻ ചെറുതായിട്ട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ആൻഡ് എല്ലിന്റെ വാല്യൂ കൊടുത്തു. എൽ എന്ന് പറയുമ്പോൾ സിഗ്മ ഐ ആർ ഐ ക്രോസ് പി ഐ ആണ്. അത് ഓരോ പാർട്ടിക്കിൾസിന്റെയും കാര്യം നമ്മൾ അവിടെ കൺസിഡറേഷനിൽ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്മേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, എന്തുകൊണ്ട് ഇന്റഗ്രേഷൻ കൊടുത്തില്ല എന്ന്. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, അതൊരു ലിമിറ്റിലാണ് നമ്മൾ എന്ത് സാധാരണ ഇന്റഗ്രേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ സമ്മേഷൻ മീൻസ് നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസിനെ എങ്ങനെ കൗണ്ട് ചെയ്യുന്നത്, 1 2 3 4 ആ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സബ്മേഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്മേഷനും ഇന്റഗ്രേഷനും ഏകദേശം സെയിം മീനിങ് തന്നെയാണ്, ആഡപ്പ് ചെയ്തെടുക്കുക തന്നെ മീനിങ് വരുന്നത്. പക്ഷെ മറ്റൊരു കണ്ടിന്യൂസ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇന്റഗ്രേഷൻ യൂസ് ചെയ്യും. ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സബ്മേഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ട് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സബ്മേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തു, ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്ന് കൊടുത്തു. ആൻഡ് ഡി ബൈ ഡി ടി സിഗ്മ ഐ ആർ ക്രോസ് പി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നോക്കുക, ഇതിപ്പോ ഡിഫറൻഷിയേഷൻ ആണ്, ഇത് ഒരു ഫംഗ്ഷൻ ആണ്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. നടക്ക് എന്താണ്, പ്രൊഡക്റ്റ് ആണ്. നമുക്ക് എന്താണ് ഡിഫറൻഷിയേഷന്റെ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്താണ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, second function plus second function into derivative of first function. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂളിന്റെ ഡിഫറൻസിയേഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ആറും ഇത് പി ഐ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, രണ്ട് വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മളുടെ യൂസ് ചെയ്യുന്നത്. അതായത് ഡി ബൈ ഡി ടി ഓഫ് യു വിയുടെ എക്സ്പാൻഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, യു ഇൻറ്റു ഡി യു ഡി വി ബൈ ഡി ടി പ്ലസ് ഡി ഇൻറ്റു ഡി യു ബൈ ഡി ടി. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ആറിന് യു എന്നും പി ഐ നമുക്ക് എന്ത് ചെയ്യാം, വി എന്നും എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ ഐ ആർ ഐ ക്രോസ് പി ഐ. ഓക്കെ, ആർ ഐ ക്രോസ് പി ഐ വിച്ച് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എടുക്കാം, ഇവിടെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ആർ ഐ ആണ്. ഓക്കെ, ആർ ഐ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പി ഐയുടെ ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് ഒന്നി എന്ത് എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് പി ഐ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, പി ഐ വെക്ടർ ഡോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഡെറിവേറ്റീവ് എന്നാണ് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആർ ഐ ആണ്, ആർ ഐ ഡോട്ട് ഇൻറ്റു എന്ത് വരും, സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ വരും. ഓക്കെ, പി ഐ സബ്മേഷൻ കൊടുത്തിരിക്കുക, രണ്ടിടത്തും സബ്മേഷൻ വരും. ഇവിടെ സിഗ്മ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, സിഗ്മ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്തത്, അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ കിട്ടിയ ഡിഫറൻസിയേഷന്റെ പ്രൊഡക്റ്റ് റൂൾ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഇതില് ഈ ഒരു സിഗ്മ ആർ ഐ
ഡോട്ട് ക്രോസ് പി ഐ. ഇത് നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാവുന്നത് എന്താണ്, ഇവിടെ നമുക്ക് കിടക്കുന്ന ഈ ഒരു ടേം കണ്ടല്ലോ, ഈ ടേം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും. സിഗ്മ ഐ ആർ ഐ ഡോട്ട്, ഓക്കെ, ആർ ഐ ഡോട്ട് വെക്ടർ ആണ്, വെക്ടർ സിമ്പിൾ കൊടുത്തിരിക്കുക, ആർ ഐ ഡോട്ട് ഇൻറ്റു പി ഐ. ഓക്കെ, പി ഐ ഇതിനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ ടേമിനല്ല, ഈ ഒരു ടേമിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതെന്താണ്, നോർമലി നമുക്ക് അറിയാനുള്ള ലീനിയർ മൊമെന്റ് തന്നെയാണ്. ഓക്കെ, ലീനിയർ മൊമെന്റ്, അതായത് പി is equal to എം ബി എന്ന് പറയുന്ന മൊമെന്റ്. അപ്പൊ ഇവിടെ കിടക്കുന്ന വെലോസിറ്റി ടേം ആണ്, കണ്ടല്ലോ, വെലോസിറ്റി ടേം. അപ്പൊ വെലോസിറ്റി ടേം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പൊസിഷൻ കോർഡിനേറ്റോട്ട് ഒന്ന് മാറ്റുക. ഓക്കെ, പൊസിഷനിലോട്ട്. അതായത് നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ടോ, ഇത് പൊസിഷൻ ആണ്. ആർ ഐ മീൻസ് എന്താണ്, ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡെറിവേറ്റീവ് ആക്സിലറേഷൻ ടേം ആയിട്ട് മാറും. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ്. ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ്. അപ്പൊ നമുക്ക് ഈ വി യെ കൂടി എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ടേംസിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാം, നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, സിംപ്ലിഫിക്കേഷന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാണ്, ഇതിനെ ഇവിടെ ഒന്ന് ഈ ഒരു വി എ കണ്ടോ, ഈ പി ആണ് ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാൻ വിക്ക് പകരം ഈക്വൽ ടു എം ഇൻറ്റു ആർ ഐ ഡോട്ട് എന്ന് എടുത്തു. എന്തെങ്കിലും ചേഞ്ച് വരത്തില്ല, കാരണം എന്ത് തന്നെയാണ്, വെലോസിറ്റി ടേം തന്നെയാണ്. ആർ ഐ ഡോട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വെലോസിറ്റി ടേം തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു വാല്യൂ നേരെ എടുത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഐ പിയുടെ സ്ഥാനത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ കിട്ടുന്നത് സിഗ്മ ഐ ആർ ഐ ഡോട്ട് ക്രോസ് എന്താണ്, പി ഐക്ക് പകരം എന്ത് കൊടുക്കാം, നമുക്കിവിടെ എം ഇൻറ്റു ആർ ഐ ഡോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, എം ഇൻറ്റു ആർ ഐ ഡോട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നോക്കുക, ഇതില് നമ്മളൊരു കാര്യം ചെയ്യുക, ഇതിൽ എമ്മിനെ ഇപ്പുറത്ത് കിട്ടിയതിനു ശേഷം ഇവിടെ ആർ ഐ ഡോട്ട് ക്രോസ് ആർ ഐ ഡോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും ഒന്നിച്ചോടെ എഴുതി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സെയിം വെക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്കൊരു റൂൾ ഉണ്ട്, നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സ് പഠിച്ച സമയത്ത് സ്ഥിരം കേട്ടൊരു റൂൾ ആയിരിക്കും. സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നത്, അത് ഐ ക്യാപ് ക്രോസ് ഐ ക്യാപ് 0 ആണ്, ജെ ക്യാപ് ക്രോസ് ജെ ക്യാപ് 0 ആണ്, കെ ക്യാപ് ക്രോസ് കെ ക്യാപ് എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പൊ സെയിം വെക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ ഐ ക്രോസ് ആർ ഐ എന്ന് പറയുന്നത് എന്തായിട്ട് പോകും, ഇത് നമുക്ക് ഇവിടെ 0 ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു ടേം, അതായത് ഇവിടെ കിടക്കുന്ന ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായോ, ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന എന്താണ് വരുന്നത്, ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നത് ഇത്രയും ടേംസ് മാത്രമായിരിക്കും. ഈ ഇതുവരെ ആയിരിക്കും. നമുക്ക് ആ ഒരു ടേം ഒന്ന് ഇവിടെ മാറ്റി എഴുതാം. ഇത് ക്യാൻസൽ ചെയ്ത് പോകാൻ കാരണം നിങ്ങൾ സൈഡിൽ റീസൺ എഴുതി വെക്കുക. റീസൺ എന്ന് പറയുന്നത് എന്താണ്, സെയിം വെക്ടേഴ്സ് ആണെങ്കിൽ സെയിം വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും, അത് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് അവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്ത് 0 ആയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ടേം കംപ്ലീറ്റ് 0 ആയി. ഇനി നമുക്ക് ആകെ അവിടെ കിടക്കുന്ന ടേംസ് എന്ത് മാത്രമാണ്, നമുക്കിപ്പോ അവിടെ ഉള്ള ഒരു ടേം എന്ന് പറയുന്നത് that is സിഗ്മ ആർ ഐ ക്രോസ് പി ഐ ഡോട്ട്. ഓക്കെ, ക്രോസ് പി ഐ ഡോട്ട്, ഇത് മാത്രമാണ് നമുക്ക് അവിടെ ഉള്ളത്. ഇതിന് എന്ത് ചെയ്യാം, ഈ പി ഐ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മൊമെന്റത്തിന്റെ, ലീനിയർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ്. പി ഐ ഡോട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് പി ഐ ഡോട്ട്. പി ഐ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ന് കിട്ടും ഡി പി ബൈ ഡി ടി ആണ്. അപ്പോൾ ഡി പി ബൈ ഡി ടി, പി is equal to എം ബി ആണ്. ഓക്കെ, പി is equal to എം ഇൻറ്റു ബി ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ എം പുറത്തെടുക്കാം, ഡി വി ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. അത് എന്ത് തന്നെയാണ്, ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് അത് എന്താണ്, വിച്ച് is equal to എം എ എന്ന് വരും. എം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫോഴ്സ് തന്നെയാണ്. അപ്പൊ ഈ ആർ ക്രോസ് പി ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുന്നത്, ദാറ്റ് is equal to സിഗ്മ ആർ ഐ ക്രോസ് എഫ് ഐ എന്ന് കിട്ടും. ഓക്കെ, ആർ ഐ ക്രോസ് എഫ് ഐ. ഇതാണ് എന്ത് പറയുന്നത്, അവിടുത്തെ ആ ഒരു ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നല്ലേ, ഉണ്ടോ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു സിഗ്മ ആർ ഐ ക്രോസ് എഫ് ഐ എന്നിട്ട് സിഗ്മ ഐ. അപ്പൊ എന്തിനാണ് നമ്മൾ സിഗ്മ സബ്മേഷൻ കൊടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോ പാർട്ടിക്കിൾസിന്റെയും ടോർക്ക് നമ്മളോട് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ആക്സിസിന് റെസ്പെക്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്ത് നമ്മുടെ സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു എർത്തിനെ നമ്മൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിലുള്ള ഓരോ ബോഡീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഇരിപ്പുണ്ടല്ലോ,
ഓരോ ബിൽഡിങ്സോ അല്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾസ് ഇങ്ങനെ പല പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഓരോന്നും എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ എടുത്തു, അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ അത് ith പാർട്ടിക്കിൾ, അല്ലെങ്കിൽ I1 പാർട്ടിക്കിൾസ്, അടുത്തൊരു കാർ എടുത്തു, അത് I2 പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ അതിന് ചുറ്റും ഉള്ള ആ റൊട്ടേഷൻ എഫക്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ പാർട്ടിക്കിൾസിനെയും നമ്മൾ എന്ത് ചെയ്യുക, സബ്മേഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിന്റെയും ടോർക്ക് ആഡപ്പ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ടോർക്ക് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. എക്സാമിനേഷൻ ആ ഒരു എക്സാമ്പിൾ എഴുതി വെക്കല്ലേ, ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സബ്മേഷൻ കൊടുത്തു, സിഗ്മ RI ക്രോസ് FI എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ സബ്മേഷൻ എല്ലാം മാറ്റി, നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എന്നിട്ട് ടോർക്കിന്റെ ഇക്വേഷൻ ഈക്വൽ ടു R ക്രോസ് F. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി നമ്മൾ കൊച്ചു ക്ലാസ്സിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഇക്വേഷൻ, ടോ ഈക്വൽ ടു R ക്രോസ് F. അത് എങ്ങനെയാണ് വരുന്നത്, അത് ഓരോ പാർട്ടിക്കിൾസിന്റെയും കാര്യം ആഡപ്പ് ചെയ്ത് നമ്മൾ ആ ഇക്വേഷൻ എഴുതും. നമ്മളിത് സബ്മിഷൻ കൊടുക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ആഡപ്പ് ചെയ്ത ഇക്വേഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ represent ചെയ്തിരിക്കുന്നത്. So this is the equation for torque of a system of particles. Okay. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മളിപ്പോ ടോർക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി ടോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതില് ശരിക്കും നമുക്ക് ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയ വേണം. അത് ഫോഴ്സിനെ കുറിച്ച് ഐഡിയ എടുക്കാൻ റീസൺ, നമുക്ക് ലാസ്റ്റ് റിലേഷൻ ഉണ്ട്, ആംഗുലാർ മൊമെന്റവും അതുപോലെ തന്നെ നോർമൽ ആംഗുലാർ മൊമെന്റം. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് ഒരു ആംഗുലാർ മൊമെന്റം ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ആയിട്ട് മറ്റൊരു ആംഗുലാർ മൊമെന്റം കൂടി ഉണ്ട്. സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിനെ നമുക്ക് എന്ന് റെപ്രസെന്റ് ചെയ്യാം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം നമ്മൾ L എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, L ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അത് ഹെഡിങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മെയിൻ ടെക്സ്റ്റിൽ JC ഉപാധിയുടെ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് സെപ്പറേറ്റ് ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ. അവിടെ ആംഗുലാർ മൊമെന്റം ഒന്നുകിൽ നമുക്ക് L എന്നോ അല്ലെങ്കിൽ J എന്ന് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. നമ്മള് മോഡേൺ ഫിസിക്സ്, അതായത് അറ്റോമിക് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആംഗുലാർ മൊമെന്റം സാധാരണ J എന്നൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ കെമിസ്ട്രി സബ് ഉള്ളവർക്ക് അറിയാം, J സെലക്ഷൻ റൂൾസ്, J+1 എന്നൊക്കെ പറഞ്ഞ സെലക്ഷൻ റൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ശരിക്കും വരുന്നത് നമ്മുടെ ഈ ഒരു ആംഗുലാർ മൊമെന്റം റിലേഷനുമായി ബന്ധപ്പെട്ടാണ് ആ Jയുടെ സെലക്ഷൻ റൂൾസ് വരുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത S5 അറ്റോമിക് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് Jയെ കുറിച്ചുകൂടെ പഠിക്കും. അത് നമ്മൾ സാധാരണ ആംഗുലാർ മൊമെന്റം അവിടെ J എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിലും ഈ ഒരു മെയിൻ ടെക്സ്റ്റിനകത്ത് അവർ ആംഗുലാർ മൊമെന്റം J എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ J എന്നോ നമുക്ക് L എന്നോ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ L എന്ന് റെപ്രസെന്റ് ചെയ്ത് ഒരു ജനറൽ ആംഗുലാർ മൊമെന്റം ആണ്, ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു ബോഡിയുടെ, ഇതിപ്പോ ഒരു ബോഡി ഇരിക്കുവാണ്, ഈ ബോഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം ആണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ ഒരു L എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സെന്റർ ഓഫ് മാസ്, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സെന്റർ ഓഫ് മാസിന് ഒരു സിസ്റ്റത്തെ ഒരു ബോഡിയെ സംബന്ധിച്ച് സെന്റർ ഓഫ് മാസിന് പ്രത്യേകതയുണ്ട്. കാരണം ആ ഒരു പോയിന്റിലാണ് കംപ്ലീറ്റ് മാസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അസ്യൂം ടു ബി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് അതിനെ ഒറിജിൻ ആയിട്ടോ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമുക്കിനി ഡെറൈവ് ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം L ആൻഡ് ആംഗുലർ മൊമെന്റം അബൌട്ട് ദ സെന്റർ ഓഫ് മാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് J എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി J എന്നാണ് തന്നിരിക്കുന്നെങ്കിൽ J എന്ന്, അതുപോലെ തന്നെ JCM എന്ന് തന്നിരിക്കും. ഓക്കെ, JCM. ഇങ്ങനെ എന്ത് കണ്ടാലും അത് മനസ്സിലാക്കുക, വേറൊന്നുമില്ല. ഒന്നെന്താണ് ആംഗുലർ മൊമെന്റം, മറ്റൊന്ന് ആ ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് വരുന്ന ആംഗുലർ മൊമെന്റം തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ ഡെറിവേഷനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആംഗുലാർ മൊമെന്റം റിലേഷൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇതില് ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നമുക്കിപ്പോ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിട്ട്, ഇതൊരു സിസ്റ്റം ആണല്ലോ, അപ്പൊ അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യാം, പരസ്പരം ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായത് എങ്ങനെയാണെന്ന്? അതായത് നമ്മളിപ്പോ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പുറത്തുനിന്നൊരു ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ കൊടുത്തു. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ ഫോഴ്സിന്റെയും ഇന്റേണൽ ഫോഴ്സിന്റെയും സമ്മേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിലേഷനിലോട്ട് വരാം. അപ്പൊ റിലേഷനിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ചെറിയൊരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫോഴ്സ് തമ്മിലുള്ള റിലേഷൻ, ടോട്ടൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ് എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചൊരു ഒരു ബേസിക് ഐഡിയ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് വേറൊന്നുമില്ല, ഒരു സിസ്റ്റത്തിന്റെ ഫോഴ്സ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു തറയിൽ ഒരു ബ്രിക്ക് ഇരിക്കുവാണ്, ഒരു കല്ല് ഇരിക്കുവാണ്. ഈ കല്ല് ഞാൻ എന്ത് ചെയ്യുന്നു, അത് പതുക്കെ ഒരു കൈ കൊണ്ട് പുഷ് ചെയ്ത് നീക്കുവാണ്.
അപ്പൊ നീക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ കൈ കൊണ്ട് തള്ളി നീക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് മാത്രമല്ല, അതിനകത്ത് എന്ത് ചെയ്യാം, സെൽഫ് ആയിട്ട് അതിനകത്തൊരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് ഉണ്ടാവാൻ കാരണം ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനകത്തുള്ള, അത് ബേസിക്കലി നമുക്കൊരു ബ്രിക്ക് എന്നല്ല, ഏതെങ്കിലും ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്താൽ, മറ്റൊരു സിസ്റ്റം ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്ത് ആ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ബോഡി നമ്മൾ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ്, ഇപ്പോൾ I1 ഒന്നാമത്തെ പാർട്ടിക്കിൾ ഉണ്ട്, രണ്ടാമത്തെ പാർട്ടിക്കിൾ ഉണ്ട്, മൂന്നാമത്തെ പാർട്ടിക്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേണലി അവിടെ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓഫ് എ സിസ്റ്റം അതെങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഫോഴ്സ് എഫ് ടോട്ടൽ. ഓക്കെ, എഫ് ടോട്ടൽ which will be equal to Fi external പ്ലസ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇതാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്, എഫ് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സബ്മേഷൻ കൊടുക്കണം, കാരണം അതിനകത്ത് ഒരു എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അവർ തമ്മിലെല്ലാം എന്ത് ചെയ്യാം, ആ ഒരു ഇന്ററാക്ഷൻ വരാം. അപ്പോൾ നമ്മൾ ഇന്റേണൽ ഫോഴ്സിന് എന്തെങ്കിലും സബ്മേഷൻ കൊടുക്കേണ്ടി വരും. അത് സിഗ്മ ഐ is not equal to j. ഓക്കെ, ഐ is not equal to j Fij internal. ഓക്കെ, Fij ഇന്റേണൽ. എന്തുകൊണ്ടാണ് ഞാൻ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് കൊടുക്കാൻ കാരണം നമുക്ക് സെൽഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ith പാർട്ടിക്കിളിന് ഒരിക്കലും അതിന് ഇറ്റ്സെൽഫ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ബലം പ്രകടിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് വേറൊരു ബോഡിയിലോട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ അതിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഐ നോട്ട് ഈക്വൽ ടു ജെ. ഒരിക്കലും ഐയും ജെയും എന്ത് ചെയ്യുന്നില്ല, ഈക്വൽ ആവുന്നില്ല. അതായത് ഒരിക്കലും ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂസ് ആയിട്ട് കമ്പയറബിൾ ആവുന്നില്ല. പരസ്പരം എന്ത് ചെയ്യുന്നു, സെൽഫ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോഴ്സ് നമ്മൾ അവിടെ ആക്ട് ചെയ്യിപ്പിക്കുള്ളൂ. അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, Fij സബ്മേഷൻ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫോഴ്സ്. ഉണ്ടോ, ഇത്രയും നോക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ഫോഴ്സ് അവിടെ കിട്ടുന്നത്. ഉണ്ടോ, ഇതാണ് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ടോർക്കിന്റെ ഇക്വേഷനിലോട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷനിലോട്ട് കൊടുത്തൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ടോർക്കിന്റെ വാല്യൂ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, ഇനി ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ടോർക്കിന്. അപ്പൊ ഇതിലോട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇതിപ്പോ നമുക്ക് ടോട്ടൽ ഫോഴ്സ് അല്ലേ, ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്, ടോർക്ക് ടോ which will be equal to sigma I ri. ഓക്കെ, ആർ ക്രോസ് എഫ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ആർ ക്രോസ് എഫ്. അപ്പൊ നമുക്ക് ഇത് ടോട്ടൽ എന്ന് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോ ടോട്ടൽ ആണെങ്കിൽ ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, Fi external plus sigma I is equal to I not equal to j Fij ഇന്റേണൽ. ഓക്കെ, ഇന്റേണൽ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ആർ ക്രോസിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനകത്ത് അഡിഷൻ ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്. എന്ത് ചെയ്യാം, അകത്തോട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ദ ഇക്വേഷൻ ചേഞ്ചസ് ടു ഐ ആർ ഐ ക്രോസ് എഫ് ഐ. ഓക്കെ, ആർ ഐ ക്രോസ് എഫ് ഐ എക്സ്റ്റേണൽ പ്ലസ് സിഗ്മ ജെ ആർ ഐ ക്രോസ് സിഗ്മ ഡാഷ് Fij ഇന്റേണൽ. ഓക്കെ, Fij ഇന്റേണൽ. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സെക്കൻഡ് കേസിൽ ഞാനിപ്പോ കൊടുത്തപ്പോ സിഗ്മ ജെ എന്നാണ് കൊടുത്തത്. അപ്പൊ അത് സിഗ്മ ജെ എന്ന് കൊടുക്കാൻ കാരണം അത് അകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിനകത്തുള്ള സെക്കൻഡ് പാർട്ടിക്കിൾസിനെ കൂടി കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ കൂടി എടുക്കുന്നു എന്ന് കാണിക്കാൻ എന്ത് ചെയ്തത്, സെക്കൻഡിൽ നമ്മൾ അവിടെ ആ ഒരു ഡിസ്റ്റൻസ് ആർ ഐ സിഗ്മ ജെ എന്ന് കൊടുത്തത്. ഓക്കെ, അത്രയും മീനിങ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ജെയുടെ വാല്യൂ ഒരിക്കലും ഐയുടെ വാല്യൂ ആയിട്ട് ഈക്വൽ ആവുന്നില്ല. അതായത് ഇപ്പോൾ രണ്ട് ബോഡീസ് ഉണ്ട്, രണ്ടോ മൂന്നോ ബോഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും ഇതിൽ തന്നെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐയുടെ വാല്യൂ ഐ ഈക്വൽ ടു ജെ ആണെങ്കിൽ നമുക്ക് ഐ ഈക്വൽ ടു ഐ എന്നോ അല്ലെങ്കിൽ ജെ ഈക്വൽ ടു ജെ എന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൽ തന്നെ ഫോഴ്സ് എപ്പോഴും ഇങ്ങനെ ആക്ട് ചെയ്യണം, അത് ഒരിക്കലും നടക്കത്തില്ല. ഇവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് ഇന്ററാക്ട് ചെയ്യാം. ഈ ഒരു ഇന്ററാക്ഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ Fii എപ്പോഴും എന്തായിരിക്കും, Fii എന്ന് പറയുന്ന ഒരു വാല്യൂ എന്തായിരിക്കും, അത് അവിടെ 0 ആയിരിക്കും. അതായത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ, സ്വന്തമായിട്ട് ഒരിക്കലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല, അതാണ് മീനിങ് Fii ഈക്വൽ ടു 0 എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇക്വേഷനിൽ ഇപ്പോൾ എന്താ കിട്ടിയത്, അതായത് സിഗ്മ ആർ ഐയുടെ വാല്യൂ കിട്ടി, എഫ് ഐ എക്സ്റ്റേണലും അതിന് എഫ് ഐ ജെ ഇന്റേണൽ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് വി ആർ റീഅറേഞ്ചിങ് ദ ഇക്വേഷൻ, ദെൻ സിഗ്മ ഐ സിഗ്മ ജെ ആർ ഐ എഫ് ഐ internal, okay, internal, which will be equal to സിഗ്മ ജെ. ഇതായത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഇന്ററാക്ട് ചെയ്യും. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, എക്സ്റ്റേണൽ സപ്ലൈ ഫോഴ്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെയല്ല, നമ്മൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റഡീസ് ചെയ്യേണ്ട, കാരണം നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ അത് ആ ഒറ്റ ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇതിനകത്തുള്ള ഇന്ററാക്ഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഒന്നാ നമ്മൾ ജെ ഐ കൊടുത്തു, ഒന്നത് ഐ ജെ കൊടുത്തു, അടുത്ത് എന്ത് ചെയ്യുന്നു, ജെ ഐ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത് കൊടുക്കുന്നത് ജെ ഐ ആർ ജെ, ഓക്കെ, ആർ ജെ ക്രോസ് എഫ് ജെ ഐ ഇന്റേണൽ. ഇത് മനസ്സിലായോ? ഈ ഇക്വേഷൻ മീൻ ചെയ്യുന്ന ith പാർട്ടിക്കിൾ ജെ പാർട്ടിക്കിൾസിലൂടെ ഇന്ററാക്ഷൻ കൊടുത്തു, തിരിച്ചൊരു റിസ്റ്റോറിംഗ് ഫോഴ്സ്, ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് തിരിച്ച് റിസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യാണ്, തിരിച്ച് ജെത്ത് പാർട്ടിക്കിൾ ith പാർട്ടിക്കിലോട്ട് സപ്ലൈ ചെയ്യുന്നു. അതാണ് അവിടുത്തെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സബ്മേഷൻ ഇൻഡിക്കേറ്റ് സബ്മേഷൻ കാണിച്ചിട്ടുള്ളത് എന്താണ്, ith പാർട്ടിക്കിൾസ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കേസ് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കേസ് നമുക്ക് അവിടെ കിട്ടുവാണ്. അപ്പൊ ഇതില് ജസ്റ്റ് ഇപ്പൊ ആ ഒരു ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്ട് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു ഐഡിയ അവിടെ കിട്ടിയത്. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന നമ്മളിപ്പോ ജസ്റ്റ് ആ ഒരു ഇന്റേണൽ ഫോഴ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞു, നമ്മളിതൊന്ന് ഷോർട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ, ദാറ്റ് ഈസ് എഫ് ഐ ജെ ഇന്റേണൽ വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് എഫ് ജെ ഐ ഇന്റേണൽ. ഓക്കെ, മൈനസ് എഫ് ഐ ഇന്റേണൽ. എന്താണ് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ്, ith പാർട്ടിക്കിൾ jth പാർട്ടിക്കിലോട്ടും ജെയിൽ നിന്ന് തിരിച്ച് ഒരു ആക്ഷൻ ഫോഴ്സ് ആയി തിരിച്ചും ആക്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് ജസ്റ്റ് നമുക്കിപ്പോ ഒരു കിട്ടുന്ന ഐഡിയ മീൻസ്, അവിടെ നമുക്കൊരു പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിന്റെ ഇന്റേണൽ മോഷൻ അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടിക്കിൾസിന്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം എന്ത് ചെയ്യും, അത് എപ്പോഴും ക്യാൻസൽ ഔട്ട് ആയി പോകും. ഓക്കെ, അതാണ് മെയിൻലി അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇന്റേണലി എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്റേണലായിട്ട് ഈ ഒരു ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിലൊരു ഇൻഫ്ലുവൻസ് വരുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു, ഇന്റേണൽ ഫോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എപ്പോഴും നമ്മൾ നോക്കിയ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, അതവിടെ ക്യാൻസൽ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡറേഷനിൽ എടുക്കണ്ട. ജസ്റ്റ് ഇത് നമ്മളിപ്പോ ഒരു ക്രോസ് ആർ ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആവുന്ന സമയത്ത് എന്താവും, അവിടെ നമുക്ക് സീറോ ആയിട്ട് പോകും. ഈ ഒരു ടേം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ടേംസ് എന്താവും, ഇത് അവിടെ നമുക്ക് സീറോ ആയിരിക്കും. ഈ ഒരു ടേം അവിടെ സീറോ ആയിട്ട് പോകും. ബാക്കി ആകെ വരുന്നത് ടോട്ടൽ ഫോഴ്സ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ടോട്ടൽ ഫോഴ്സ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് which is always സിഗ്മ ആർ ഐ ക്രോസ് എഫ് ഐ എക്സ്റ്റേണൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് അവിടെ ലാസ്റ്റ് കൊണ്ടെത്തിക്കേണ്ട ആ ഒരു റിലേഷൻ. ഇതൊന്നും എക്സാമിനേഷൻ ചോദിക്കുന്ന കാര്യമല്ല ഫോഴ്സിനെ കുറിച്ചിട്ട്, ജസ്റ്റ് എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു കണ്ടീഷൻസ് ആണ്, നമുക്ക് ഇൻട്രോഡക്ടറി ഐഡിയാസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നമ്മൾ നോർമലി എപ്പോഴും പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്നത് സാധാരണ രീതിയിൽ ടോട്ടൽ ഫോഴ്സ് ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മളോട് കൺസിഡർ ചെയ്യൂ. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബോഡി ഇവിടെ ട്രസ്റ്റ് ഇരിക്കുവാണ്, ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു, 10 ന്യൂട്ടൺ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു. കൊടുത്ത സമയത്ത് ഇത് എന്ത് ചെയ്തു, ആ എക്സ് ഡിസ്റ്റൻസ് അവിടെ മൂവ് ചെയ്തു. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടുള്ളൂ. അപ്പൊ അത് നോർമലി നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതായത് ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്റ്റേണൽ ഫോഴ്സ് നോക്കണം, ഇന്റേണൽ ഫോഴ്സ് നോക്കണം. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് ഇന്റേണൽ ഫോഴ്സ് പറയാത്തത്, ഇന്റേണൽ ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ ഒക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫോഴ്സിനെ കുറിച്ചൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പോ ഈ ഒരു ഐഡിയാസ് പഠിക്കുന്നത്. ഇതൊരു ബേസിക് ഐഡിയാസ് ആണ്. ഓക്കെ, അതൊരു വലിയൊരു ഡെറിവേഷൻ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഫോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് മെയിൻലി കേരള യൂണിവേഴ്സിറ്റി സിലബസിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ചെയ്തൊന്നും പറയുന്നില്ല. ഇത്
നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിലബസ് കാലിക്കറ്റ് അങ്ങോട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ സെക്കൻഡ് സെമ്മിലും ഫസ്റ്റ് സെമ്മിലും അവർക്ക് മെക്കാനിക്സ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അപ്പൊ അതിനകത്താണ് അവർ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു വലിയൊരു ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. കേരള യൂണിവേഴ്സിറ്റി സിലബസിൽ ഈ മെക്കാനിക്സ് പേപ്പർ ഒക്കെ ഏറ്റവും ഈസിയാണ്. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ടഫ് ആയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസിനും അവിടെയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ എന്താണ് പറയുന്നത്, നമുക്കൊരു സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇന്റേണൽ ഫോഴ്സ് മാത്രം, എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ നമ്മളവിടെ നോക്കുന്നുള്ളൂ. അപ്പൊ അതിനുള്ള റീസൺ ആണ് എന്ത് ചെയ്യും, ഇന്റേണൽ ഫോഴ്സ് അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, അത് ഓപ്പോസിറ്റ് ആണ്. സോ ടോട്ടൽ സം എന്തായിരിക്കും, 0 ആയിരിക്കും. അതവിടെ ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ അവിടെ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് അതിനെ ടോർക്കിന്റെ ഇക്വേഷനിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എൽ നേരത്തെ റിലേഷൻ തിരിച്ചെത്തിക്കാൻ പറ്റും. ഡി എൽ ബൈ ഡി ടി എന്ന് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു റിലേഷൻ കൂടി ഉണ്ട്, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി എന്ന് എഴുതാം. അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ഡി ഒമേഗ എന്താണ്, ആംഗുലാർ വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, അതവിടെ ആംഗുലാർ ആക്സലറേഷൻ ടേം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ കൂടി അവിടെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ട ആ ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സെക്ഷനിൽ ലാസ്റ്റ് ആയിട്ട് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ മൊമെന്റം ആൻഡ് ആംഗുലാർ മൊമെന്റം അബൌട്ട് സെന്റർ ഓഫ് മാസ് അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നീട് വരുന്ന കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഓഫ് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഒരു കൈനറ്റിക് എനർജിയെ കുറിച്ച് നോക്കേണ്ടി വരും, പിന്നെ പൊട്ടൻഷ്യൽ എനർജി അത്രയും വരും. അതിനുശേഷം പിന്നെ വരുന്ന നമുക്ക് ഐസോട്രോപ്പി ഓഫ് സ്പേസ്, ശരിക്കും അതാണ് നിങ്ങളുടെ ഒരു മെയിൻ ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിൽ വരുന്ന കൺസർവേഷൻ ലോസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസ് ആൻഡ് ടൈമും, അതുപോലെ തന്നെ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആൻഡ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതൊക്കെയാണ് മെയിൻലി വരുന്ന ഒരു ടോപ്പിക്. നമുക്ക് നോക്കാം. ഇതിൽ അടുത്ത നോക്കാൻ പോകുന്ന ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ, ഓക്കെ, relation between angular momentum and angular momentum above center of mass. Okay, L dash എന്നോ L suffix CM എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കും. ഇതിന്റെ റിലേഷൻ വേറൊന്നുമില്ല, നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് L is equal to R cross P plus L dash. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് ഡെറൈവ് ചെയ്ത് കൊണ്ടെത്തിക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, ഈ റിലേഷൻ ആയിട്ട് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു സിസ്റ്റം കൺസിഡർ ആണ്, ഒരു ഫിഗർ ഒക്കെ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ആക്സിസിൽ ഇതിപ്പോ എക്സ് ആക്സിസ്, ഓക്കെ, ഇത് എക്സ് ആക്സിസും ഇതിവിടെ y ആക്സിസും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഒരു ബോഡി എടുക്കുവാണ്. ഓക്കെ, ജസ്റ്റ് റിജിഡ് ബോഡി എടുക്കുവാണ്. അപ്പോൾ അതിന് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സെന്റർ ഓഫ് മാസ്. ആൻഡ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു MI പാർട്ടിക്കിൾ, ഓക്കെ, ഒരു MI പാർട്ടിക്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു, അത്രയും മനസ്സിലാക്കിയാൽ മതി. പാർട്ടിക്കിൾ നമ്മളോട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇതിൽ നിന്നും ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസിനെ, ഇതാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ, ഇതാണ് നമ്മൾ ഇവിടുത്തെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒറിജിൻ. അപ്പൊ ഈ ഒരു ഒറിജിനിൽ നിന്നും സെന്റർ ഓഫ് മാസുകൾ ഡിസ്റ്റൻസിനെ, ഓക്കെ, സെന്റർ ഓഫ് മാസുകൾ ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, സെന്റർ ഓഫ് മാസുകൾ ഡിസ്റ്റൻസിനെ ഞാൻ ഇവിടെ ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ദിസ് വിൽ ബി ക്യാപിറ്റൽ R. ഇനി അടുത്ത എന്ത് ചെയ്യാം, അടുത്ത ഏത് ഡിസ്റ്റൻസ് വരും, നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു MI പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, വേറൊന്നുമില്ല, ഒറിജിനിൽ നിന്ന് നമ്മൾ ആ ഒരു പാർട്ടിക്കിൾ സെക്കൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ P പോയിന്റ് എന്ന് വിളിക്കാം, പോയിന്റ് P എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതൊരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ RI എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ദിസ് വിൽ ബി RI. അപ്പൊ ഇത് രണ്ട് വെക്ടേഴ്സ് ആണ്, ഇതൊരു വെക്ടർ ആണ്, ഇതും ഒരു വെക്ടർ ആണ്. രണ്ട് വെക്ടേഴ്സ് അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയായിരിക്കും വരുന്നത്, ഇതായിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഞാൻ ഇവിടെ ഈ ഒരു വെക്ടറിനെ RIC എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, RIC എന്ന് കൊടുത്തു, വിച്ച് വിൽ ബി ഈക്വൽ ടു റിസൾട്ടന്റ് വെക്ടർ ആണ്. അപ്പൊ ഇത് ഈ ഒരു വെക്ടർ RIയും ഇത് ക്യാപിറ്റൽ R ഉം ആണ്. അപ്പൊ ഇത് എന്ത് വരും,
RI മൈനസ് R എന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു വെക്ടർ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ആ ഒരു ഫിഗർ ഇന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഓഫ് എന്താ പറയാ ഈ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഞാൻ അവിടെ L എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, L ബി ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം. ഓക്കെ, A എന്ന് പറഞ്ഞ ആംഗുലർ മൊമെന്റം എന്നാണ് കേട്ടോ, ആംഗുലർ മൊമെന്റം. ആൻഡ് R ഉം D എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? R എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, പൊസിഷൻ വെക്ടർ എന്ന് പറയാം. അതുപോലെ തന്നെ V അവിടുത്തെ വെലോസിറ്റി വെക്ടർ ആണ്. ഓക്കെ, ക്യാപിറ്റൽ R അവിടുത്തെ പൊസിഷൻ വെക്ടർ. ഓക്കെ, പൊസിഷൻ വെക്ടർ. ആൻഡ് നെക്സ്റ്റ് V ഉണ്ട്. V എന്തായിരിക്കും? വിച്ച് വിൽ ബി ദ വെലോസിറ്റി വെക്ടർ. ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്ത് ഡെഫിനറ്റ്ലി അവിടെ നമുക്കൊരു വെലോസിറ്റി വരാം. ഇത് നോർമലി ഉള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ മോഷനും അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്? അവിടെ നമുക്ക് ഒരു സെന്റർ ഓഫ് മാസ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ നമ്മൾ സെന്റർ ഓഫ് മാസ് അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിനും എന്ത് പറയാം? അതിനും അവിടെ ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്. അതിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ RIC എന്ന് കൊടുക്കുവാണ്. ഓക്കെ, സെന്റർ ഓഫ് മാസും ഈ ഒരു ബോഡിയും തമ്മിലുള്ള ഒറിജിനും ഇതുപോലെ ഡിസ്റ്റൻസ് ആണ് ഞാൻ R എന്ന് കൊടുത്തത്. അതുപോലെ തന്നെ വെലോസിറ്റി ആണ് V എന്ന് കൊടുത്തു. RIC എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസും നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു പോയിന്റ്, ഓക്കെ, മാസ് MI വരെയുള്ള ആ ഒരു പോയിന്റും തമ്മിലുള്ള ആ ഒരു റിലേറ്റീവ് പൊസിഷൻ ആണ് RIC എന്നും അവിടുത്തെ വെലോസിറ്റി ഞാൻ VIC എന്ന് എന്ത് ചെയ്യുവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഇത് മുതൽ ഇതിലുള്ള ഡിസ്റ്റൻസും അവിടുത്തെ വെലോസിറ്റി ആണ് ഞാൻ അവിടെ V എന്ന് പറഞ്ഞത്. ഓക്കെ, is the velocity of center of mass and the velocity of the particle. നെക്സ്റ്റ് RIC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് സെന്റർ ഓഫ് മാസ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ MI മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ, ഓക്കെ, MI മാസ് ഉള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള ആ ഒരു പൊസിഷൻ വെക്ടർ ആണ് ഇവിടെ RIC എന്നും അവിടുത്തെ വെലോസിറ്റി ഞാൻ VIC എന്നും കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളൊരു റെഫറൻസ് പോയിന്റ് O കൺസിഡർ ചെയ്തിട്ടുണ്ട്. റെഫറൻസ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടും. RI യുടെ റിലേഷൻ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് RI which will be equal to, ഓക്കെ, ഇവിടെ RIC is equal to RI minus R എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ RI യുടെ വാല്യൂ എന്ത് കിട്ടും? RI is equal to ക്യാപിറ്റൽ R പ്ലസ് RIC എന്ന് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു വെക്ടറിന്റെ സൊല്യൂഷൻ എടുത്ത് വെച്ചിരിക്കുന്നത് RI is equal to R പ്ലസ് RIC എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി. അപ്പൊ ഇത് ഡിസ്റ്റൻസ് ടേം ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടേം ആണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി ടേം എന്തായിരിക്കും? ദ വെലോസിറ്റി ടേം വിൽ ബി VI ആയിരിക്കും. VI വിച്ച് വിൽ ബി ഈക്വൽ ടു V പ്ലസ് VIC. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എന്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെന്റം, ഓക്കെ, മൊമെന്റം വിച്ച് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും? L എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. L is equal to സിഗ്മ. ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? MI RI ഡോട്ട്. ഓക്കെ, MI RI എന്ന് പറയുന്നത് നമ്മൾ ആംഗുലർ മൊമെന്റം L is equal to R cross P. ഓക്കെ, R cross P എന്ന് നമ്മൾ പറയാൻ പറ്റും. അപ്പോൾ P is equal to എന്താണ് വരുന്നത്? P is equal to M into V എന്ന് വരും. ഓക്കെ, P is equal to M into V. അപ്പോൾ അതിന് R into ഇങ്ങനെ വരുന്നത് R into M into V എന്ന് വരും. ഓക്കെ, ഇതല്ലേ വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. L is equal to R cross P എന്ന് ആദ്യം എഴുതുക. അതിനുശേഷം P യുടെ ടേം ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? RI എന്ന് കൊടുക്കുന്നു. അടുത്ത് P into P ആ ഒരു മൊമെന്റം ആണ്. മൊമെന്റം എന്ന് എഴുതാം MI ഇൻറ്റു, അല്ലെങ്കിൽ ഈ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന്റെ മാസ് MI ഇൻറ്റു VI എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിരിക്കുന്ന ടേംസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ജസ്റ്റ് നമുക്കിപ്പോ RI ടേംസ് അല്ലെങ്കിൽ ith പാർട്ടിക്കിൾസിന്റെ ടേംസ് വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കുകയാണ്. RI ഇൻറ്റു MI ഇൻറ്റു VI എന്ന രീതിയിൽ കൊടുത്തു.
ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒന്ന് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എം ഐക്ക് വേറെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, എം ഐ ഞാൻ അതുപോലെ എം ഐ തന്നെ കൊടുക്കുവാണ്. ഓക്കെ, എം ഐ കൊടുത്തു. അടുത്ത ആർ ഐക്ക് പകരം എന്ത് കൊടുക്കാം, ആർ ഐക്ക് പകരം ഞാൻ ഇവിടെ ആർ പ്ലസ് ആർ ഐ സി എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ആർ സഫിക്സ് ഐ സി ആണ്. ഓക്കെ, ith പാർട്ടിക്കിളിലെ സെന്റർ ഓഫ് മാസിനുള്ള ഡിസ്റ്റൻസ് അതാണ് ആർ ഐ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൊടുത്തു. ഇനി അടുത്ത് വി ഐക്ക് പകരം വെലോസിറ്റി ടേമിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വെലോസിറ്റി ടേമിന് പകരം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ബി. ഓക്കെ, ക്യാപിറ്റൽ ബി പ്ലസ് വി ഐ സി, അതായത് വി സഫിക്സ് ഐ സി തന്നെയാണ്. ഓക്കെ, വി ഐ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇത്രയും ചെയ്തല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഇനി എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊന്ന് പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ടേം ഇവിടെ എക്സ്പാൻഡ് കിട്ടും, ദാറ്റ് ഈസ് സിഗ്മ എം ഐ ഇൻറ്റു ആർ ഇൻറ്റു വി. ഓക്കെ, ആർ ഇൻറ്റു വി എന്നൊരു ടേം വരും. അടുത്ത വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എം വീണ്ടും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ അടുത്ത് വീണ്ടും സിഗ്മ എം ഐ വരും. അടുത്ത ടേം എന്തായിരിക്കും, അടുത്ത ടേം എന്ന് പറയുന്നത് ഈ ആറിനെ കൊണ്ട് ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത് എന്ത് ചെയ്യണം, ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എം ഐ ആർ ഇൻറ്റു വി ഐ സി. ഓക്കെ, വി ഐ സി പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും, ആർ ഐ സി ഇൻറ്റു വി. ഓക്കെ, ആർ ഐ സി ക്രോസ് വി എന്ന് വരും. സിഗ്മ എം ഐ ആർ ഐ സി ക്രോസ് വി. ഓക്കെ, ക്രോസ് അല്ല ഇൻറ്റു വി. ഓക്കെ, ഞാൻ പറയാം പ്രോഡക്റ്റ് അല്ലേ, ഇൻറ്റു വി. അടുത്ത ടേം എന്തായിരിക്കും, ആർ ഐ സി ഇൻറ്റു വി ഐ സി പ്ലസ് സിഗ്മ എം ഐ ആർ ഐ സി ഇൻറ്റു വി ഐ സി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി ഇതില് ഇതിനൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ വേണ്ടി റീഅറേഞ്ചിങ് ചെയ്യുന്നത്. ചില ടേംസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഒന്നാമത്തെ ടേം ആർ ക്രോസ് വി ആണ്. അപ്പോൾ ആർ ക്രോസ് വിക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ആറിന് ഇവിടെ പുറത്തെടുക്കുന്നു. ഓക്കെ, ആറിന് പുറത്തെടുത്തതിന് ശേഷം ഇൻറ്റു സിഗ്മ എം ഐ. ഓക്കെ, സിഗ്മ എം ഐ ഇൻറ്റു വി. സിഗ്മ എം ഐ ഇൻറ്റു വി എന്നിവിടെ കൊടുത്തു. പ്ലസ് അടുത്ത് എന്തുണ്ട്, ഒരു ആർ ടേം ഉണ്ട്. അപ്പോൾ ആർ ടേം വീണ്ടും ഞാൻ പുറത്തെടുത്തു. അതുകൊണ്ട് ഇതിന് ഒന്ന് പ്രൊഡക്റ്റ് ആണ്, നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാമല്ലോ, ഷിഫ്റ്റ് ചെയ്യാമല്ലോ. പ്രൊഡക്റ്റ് വാല്യൂസിൽ കിടക്കുന്നത് ആറുണ്ട്. അടുത്ത് എന്താണ് ചെയ്യുന്നത്, അടുത്ത് ഞാൻ ഇൻറ്റു സിഗ്മ എം ഐ വി ഐ സി. ഓക്കെ, എം ഐ വി ഐ സി എന്ന് കൊടുത്തു. പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും, അടുത്ത ടേം നമുക്ക് അവിടെ വി, അതായത് നമ്മൾ ഈ ഐ വാല്യൂസ് ഉള്ള ടേം അല്ലെങ്കിൽ സബ്മേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ടേംസിനെല്ലാം ഒന്നിച്ച് എഴുതുകയാണ് ചെയ്തത് കേട്ടോ. സബ്മേഷനിൽ കൊടുക്കാൻ പറ്റിയ ടേംസ് എല്ലാം നമ്മൾ അവിടെ ഒന്നിച്ച് എഴുതി. ആറിൽ സബ്മേഷൻ ഇല്ല, അതിനെ മാറ്റി. ഇവിടെയും ആറിൽ സബ്മേഷൻ ഇല്ല, അതിനെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുക മീൻസ് പുറത്തെടുത്തു. അടുത്ത് ഇവിടെ വി ടേം, ഇത് വി ആണ്. അപ്പോൾ വിയിലും എന്തില്ല, നമുക്ക് അവിടെ സബ്മേഷൻ വരുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, വിയെ അതുപോലെ പുറത്തെടുത്തു. അപ്പോൾ വിയെ നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വി മാറ്റി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് സിഗ്മ എം ഐ ആർ ഐ സി ആണ്. ഓക്കെ, സിഗ്മ എം ഐ ആർ ഐ സി പ്ലസ് അടുത്ത് എന്ത് ചെയ്യാം, അത് എല്ലാത്തിലും സബ്മേഷൻ ഉണ്ട്, സിഗ്മ എം ഐ ഇൻറ്റു ആർ ഐ സി ക്രോസ് വി ഐ സി എന്ന് എഴുതി. ഓക്കെ, ഇത്രയും ടേംസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കുക, നമ്മൾ നേരത്തെ എടുത്തു വെച്ച റിലേഷനിൽ നമുക്ക് ഇവിടെ ആർ ഐ സിക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ ആർ ഐ സിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക, കണ്ടോ, ആർ ഐ സിക്കൽ ആർ ഐ മൈനസ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂസ് ഒക്കെ നമുക്ക് ഒരു ആവശ്യമെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വി ആർ ഹാവിങ് ആർ ഐ സി ഈസ് ഈക്വൽ ടു ആർ ഐ സി വിച്ച് വിൽ ബി ഈക്വൽ ടു ആർ ഐ മൈനസ് ആർ ആണ്. ഓക്കെ, ആർ ഐ മൈനസ് ആർ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഞാൻ എം ഐ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ റിലേഷനിലോട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് എം ഐ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മൾട്ടിപ്ലൈങ് വിത്ത് എം ഐ എന്തായിട്ട് മാറും, വേറെ പ്രശ്നം വരുന്നില്ല. കാരണം എല്ലാ ടെസ്റ്റിലും ആദ്യത്തെ സൈഡിൽ ഞാൻ എന്ത് ചെയ്തു, രണ്ട് സൈഡിൽ ഞാൻ ഇവിടെ എം ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യത്തില്ല, വാല്യൂസിൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ എം ഇൻറ്റു ആർ ഐ സി, എം ഇൻറ്റു എം ഐ അല്ലേ, എം ഐ ഇൻറ്റു ആർ ഐ സി എന്നിട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു ആർ ഐ മൈനസ് എം ഇൻറ്റു ആർ എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവിടെ വരുന്നത്. ദെൻ
sigma mi RIC. Sigma mi RIC, which will be equal to sigma mi. Sigma mi Ri minus sigma mi capital R ആയിട്ട് മാറും. അപ്പോൾ ഈ സിഗ്മ mi ഇൻറ്റു ക്യാപിറ്റൽ ആർ, ഈ സിഗ്മ m ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മാസ് ആണ് ഞാൻ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത് mi എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പാർട്ടിക്കിൾസിന്റെ മാസ് mi ആണെങ്കിൽ അതുപോലത്തെ ith പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ സം എന്തായിട്ട് മാറ്റാം, നമുക്ക് വേണമെങ്കിൽ ആ ഒരു റിലേഷൻ അല്ലേ. കാരണം ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, കാരണം ഇതിപ്പോ Ri എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിക്കിളിന്റെ മാത്രം പൊസിഷൻ വെക്ടർ ആണ് കേട്ടോ. ഒറിജിനിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു പാർട്ടിക്കിളിന്റെ മാത്രമാണ്. പക്ഷെ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഹോൾ സിസ്റ്റത്തിന്റെ കാര്യം നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ മാത്രം എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു മാറ്റം വരുത്താം. സിഗ്മ mi Ri which should be equal to അല്ല മൈനസ് ക്യാപിറ്റൽ m into r എന്ന് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സിഗ്മ m is equal to m, the mass of r particle of the system. ഓക്കെ, ഓരോ പാർട്ടിക്കിൾസിന്റെ സിസ്റ്റത്തെ കുറിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ പക്ഷെ ഒരു സെന്റർ ഓഫ് മാസ് കൺസെപ്റ്റിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞതാണ് സിഗ്മ mi ri. സിഗ്മ mi ri യുടെ വാല്യൂ എന്താണ്, സിഗ്മ mi ri എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ 0 ആയിരിക്കും നമ്മളോട് പറഞ്ഞു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സെക്ഷനിലല്ല ഫസ്റ്റ് സെക്ഷൻ, ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സിഗ്മ mi ri യുടെ വാല്യൂ എന്താണ്, അത് അവിടെ 0 ആണ്. അപ്പൊ അത് 0 ആണെങ്കിൽ ഇവിടുത്തെ ഈ ടേം എന്തായിട്ട് പോകും, ഈ ടേം അവിടെ 0 ആയിട്ട് പോകും. അപ്പൊ ആ ടേമിന് പിന്നീട് അവിടെ എന്ത് ചെയ്യത്തില്ല, അവിടെ വരത്തില്ല. പിന്നെ ഒരു ടേം വരുന്നത് ഇതിനകത്ത് mi ri ഉണ്ട്, ഇവിടെ mi ric, ഈ ഒരു വാല്യൂ നമുക്ക് അവിടെ 0 ആയിട്ട് പോകും. പിന്നെ ഏതൊക്കെ ടേം 0 ആയിട്ട് പോകും, നെക്സ്റ്റ് കേസിൽ b ഇൻറ്റു mi ri, നോക്കുക, ഒന്ന് രണ്ട് ടേംസ് നമുക്ക് അവിടെ 0 ആയിട്ട് പോകും. ഇപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അവിടെ കിട്ടുന്നില്ല, നോക്കുക കേട്ടോ. നോട്ട്സ് ക്ലിയർ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തരാം ഏതൊക്കെയാണ്. ഒന്ന് രണ്ട് ടേംസ് നമുക്ക് അവിടെ 0 ആയിട്ട് പോകും. അപ്പൊ ഇതെല്ലാം 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആകെ വരുന്നത് നമുക്കിപ്പോൾ എല്ലിന്റെ ഇക്വേഷൻ അല്ലേ, എൽ ഇസ് ഈക്വൽ ടു നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ പറയുന്നത് എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എം ബി അതായത് ഒന്നാമത്തെ ഈ ടേം അതുപോലെ വരും. ഓക്കെ, ആർ ക്രോസ് എം ബി, ഇത് ക്യാപിറ്റൽ ബി ആണ്. ഈ ടേം അതുപോലെ വരും. മാസ് സിഗ്മ എം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും മാസ് ആണ് എം ബി, ഈ ഒരു ടേം അതുപോലെ വരും. പ്ലസ് പിന്നെ വരുന്ന ടേം എന്ന് പറയുന്നത് സിഗ്മ RIC ക്രോസ് mi BIC, RIC ക്രോസ് mi BIC. പ്ലസ് സിഗ്മ RIC into mi BIC. ഉണ്ടോ, ഈ ഒരു ടേം കൂടി നമുക്കിവിടെ വരും, ഈ ടേം കൂടി നമുക്കിവിടെ കിട്ടും. ഇതാണ് സിഗ്മ RIC ക്രോസ് mi BIC എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് ഈ ടേംസ് എന്താവാം, ഈ രണ്ട് ടേംസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ആയിട്ട് എന്ത് ചെയ്യും, അത് അവിടെ പോകും, 0 ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ mi BIC ഇത് എന്ത് തന്നെയാണ്, ഇത് രണ്ടും ഇത് 0 തന്നെയാണ്. ഇത് mi RIC എന്താണ്, 0 ആണ്. അപ്പൊ ഈ രണ്ട് ടേംസ് ആണ് എന്ത് ചെയ്യുന്നത് 0 ആയിട്ട് പോകുന്നത് കേട്ടോ. ഈ രണ്ട് ടേംസ് ഇതും 0 ആവും, ഇതും എന്താവും 0 ആയിട്ട് പോകും. അപ്പൊ റീസൺ പറഞ്ഞിട്ടുണ്ട് നമുക്ക്, അക്കോർഡിംഗ് ടു ദ സെന്റർ ഓഫ് മാസ് കൺസെപ്റ്റ് സിഗ്മ mi RIC ഈക്വൽ ടു 0. സിമിലർലി എന്ത് തന്നെയാണ് സിഗ്മ mi BIC എന്ത് തന്നെയാണ്, അതും 0 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് ടേംസ് അവിടെ 0 ആയിട്ട് പോകുന്നത്. ബാക്കി വരുന്ന ടേംസ് ആർ ക്രോസ് എം ബി പ്ലസ് സിഗ്മ RIC ക്രോസ് mi BIC എന്നാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ, ആ ക്യാൻസലേഷൻ എങ്ങനെ വരുന്ന കറക്റ്റ് ആയിട്ട് നോക്കി ശ്രദ്ധിച്ചെടുക്കുക. നമ്മൾ നേരിട്ട് എഴുതി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആദ്യത്തെ ടേം അവസാനത്തെ ടേം ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നിലനിൽക്കുന്നത്. ബാക്കി രണ്ട് ടേംസ് സെന്ററിൽ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക, m is equal to r cross mv plus sigma ri mic ri cross mi BIC എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ലാസ്റ്റ് ഇയർ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇയർ ഇക്വേഷൻ ഒന്ന് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. That is L is equal to r cross mv, ക്യാപിറ്റൽ M ക്യാപിറ്റൽ V തന്നെയാണ്, പ്ലസ് സിഗ്മ RIC ക്രോസ് mi BIC. Okay, RI cross sigma mi BIC.
അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ആർ ക്രോസ് എം വി എം നമുക്ക് എന്ത് പറയാം, പി എന്ന് പറയാം. മൊമെന്റം ആണല്ലോ, അത് മൊമെന്റം ടേം തന്നെയാണ്. എം വി മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതവിടെ മൊമെന്റം ആണ്. അപ്പോൾ ആർ ഇൻറ്റു പി, ഓക്കെ, ആർ ക്രോസ് പി, നമുക്കിവിടെ മൊമെന്റം ടേം എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. അടുത്തിവിടെ വന്നിട്ടുള്ള ഈ ഒരു സബ്മേഷനിൽ കിടക്കുന്ന ഈ ആർ ഐ സി ക്രോസ് എം ഐ വി ഐ സി, ഇത് എന്ത് തന്നെയാണ്, ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഫിഗർ നേരത്തെ കണ്ടതാണ്. ഈ ആർ ഐ സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസും ഈ ഒരു പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ ഐ സി. അതപ്പോ സെന്റർ ഓഫ് മാസും ഒരു പാർട്ടിക്കിൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ക്രോസ് എം ഐ വി ഐ സി എന്ന് പറയുമ്പോൾ എന്താണ്, എം ഐ വി ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എം ഐ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഐ സി വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്ന ആംഗുലർ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം എബൌട്ട് ദ സെന്റർ ഓഫ് മാസിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും ടേംസ് റെപ്രസെന്റ്. നമുക്ക് ഒന്നിൽ എന്ത് പറയാം, ഒന്ന് നമുക്ക് അതിനെ എൽ സഫിക്സ് സി എം എന്നോ അല്ലെങ്കിൽ എൽ ഡാഷ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയ വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ആസ് എൽ ഡാഷ് എന്ന് കിട്ടും. അതായത് നമുക്ക് ലാസ്റ്റ് എന്ത് ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൽ ടു എൽ ഡാഷ് പ്ലസ് ആർ ക്രോസ് പി എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആ ഒരു റിലേഷൻ. ദാറ്റ് ഈസ് എന്താണ്, ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലർ മൊമെന്റം ആൻഡ് ദ ആംഗുലർ മൊമെന്റ് അബൌട്ട് ദ സെന്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പൊ ഇതുവരെ ഒന്നുകിൽ ഇത് എല്ലിന്റെ ടേംസ് നിങ്ങൾ എഴുതി വരിക, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജെയുടെ ടേംസ് ജെ ഇസ് ഈക്വൽ ടു ജെ സി എം പ്ലസ് ആർ ക്രോസ് പി. ഓക്കെ, ഇതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടോട്ടൽ ആംഗുലർ മൊമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ അബൌട്ട് എ പോയിന്റ് ഈസ് ദ ആംഗുലർ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം അബൌട്ട് ദ സെന്റർ ഓഫ് മാസ് പ്ലസ് ദ ആംഗുലർ മൊമെന്റ് അബൌട്ട് ദ റെഫറൻസ് പോയിന്റ് ഓഫ് ദ സിസ്റ്റം മാസ് കോൺസ്റ്റന്റ് അറ്റ് ദ സെന്റർ ഓഫ് മാസ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെഫിനേഷൻ കൂടി പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഇത് പ്രൂഫ് വേണമെങ്കിൽ ചോദിക്കാം, സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് പ്രൂഫ് ആയിട്ട് എന്ത് ചെയ്യാം വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ വിവേകാനന്ദ ടെക്സ്റ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഹെഡിങ് ആയിട്ടല്ല കിടക്കുന്നത്, അത് നമ്മുടെ ആ ഒരു ടോർക്കിന്റെ കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് കിടക്കുന്നത്. പക്ഷെ മെയിൻ ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് ഒരു ഹെഡിങ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻ ടെക്സ്റ്റ് ബുക്കാണ് അവർ നോക്കുന്നത്. മെയിൻ ടെക്സ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ഈ ഹെഡിങ് ഒരു കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചിരിക്കണം. ഞാനിപ്പോൾ നിങ്ങളുടെ മെയിൻ ടെക്സ്റ്റ് ബേസിലാണ് ഇത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ചോദിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് തരാം. ഓക്കെ.